യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മായമൊന്നും തന്നെ ചേരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ബദാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട്. അപ്പം നമ്മളിപ്പോൾ എല്ലാം ഒരു 1/4 കപ്പ് അളവിലാണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരേ കപ്പിൽ തന്നെ എല്ലാം 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി റോസ്റ്റ് ചെയ്ത നമ്മുടെ ബദാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇനി അതേ കപ്പിൽ തന്നെ നമ്മളൊരു 1/4 കപ്പ് നട്ട്സും കൂടി ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ആ ഒരു നട്ട്സും കൂടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടിട്ട് അതും നമ്മൾ നേരെ ആ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വാൾനട്ടാണ്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ ഭയങ്കര വലുതാണ്. ഈ ഓരോ സീഡ്സിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസും ഫൈബറും മിനറൽസും അതേപോലെ തന്നെ ഒമേഗ 3 ഒക്കെ അടങ്ങിയതാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പംകിൻ സീഡും സൺഫ്ലവർ സീഡുമാണ്. അതും അതേപോലെ തന്നെ മെഷർ ചെയ്തിട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതും ചൂടാക്കി നമ്മളൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ആ ഒരു കപ്പിൽ തന്നെ മെഷർ ചെയ്ത് ഓട്സാണ് എടുക്കുന്നത്. ഓട്സും അതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആഡ് ചെയ്യുന്ന ഓരോ ഐറ്റം നിങ്ങൾക്ക് നോക്കുമ്പോഴും മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഗുണമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും ഗുണങ്ങളുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചിയ സീഡാണ്. അതും ഞാൻ മെഷർ ചെയ്ത് അത് വറക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് തണുക്കണം. തണുത്തിട്ട് ശേഷമാണ് നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. അപ്പോൾ നമുക്കിനി അത് എല്ലാം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ദേ ഈ കാണുന്ന പോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് തരിതരിപ്പൊക്കെ കാണും. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മളിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു തരിതരിപ്പെല്ലാം തന്നെ അതിൽ നിന്നും മാറി കിട്ടുന്നതാണ്. നിങ്ങളിത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നും ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിലൊരുപാട് പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്ര നല്ലതല്ല നമ്മൾ അങ്ങനത്തേത് മേടിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കിത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൗഡർ നമുക്കത് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഓരോ സീഡ്സിൻ്റെയും ഗുണങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ കുട്ടികൾക്ക് ഡയറക്റ്റ് സീഡായിട്ടൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇത് അവരറിയാതെ തന്നെ ഈസി ആയിട്ട് അവരുടെ ഉള്ളിലെത്തിക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഷേക്ക് നിങ്ങളെ അടിച്ച് കാണിക്കാം. വേറെ ഒന്നും തന്നെ ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ബ്ലെൻഡറിലേക്ക് ഞാൻ ഡയറക്റ്റ് ഇതേ ഒരു പഴമാണ് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. പഴുത്തൊരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് പാല് കാച്ചുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയും ബുദ്ധിമുട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ അതിലേക്ക് തന്നെ ഒരു ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിളപ്പിച്ചറ്റിയ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ ഡയറക്റ്റ് ജ്യൂസ് അടിക്കുമ്പോഴും ഒക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം തന്നെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മളിതിങ്ങനെ ഒന്ന് അടിച്ചു വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ബ്ലെൻഡറിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ പൗഡറും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതെല്ലാം അടിച്ചെടുത്തിട്ട് ഒരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റാണ് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് പാലിലായിട്ടോ ജ്യൂസായിട്ടോ ഷേക്കായിട്ടോ ഒക്കെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേക്ക് ദേ അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡെയിലി ഇതൊരു സ്പൂൺ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഇത്
നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മോനിത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകം മധുരം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും അവരെങ്ങനെയാണ് അത് എൻജോയ് ചെയ്ത് കുടിക്കുന്നുള്ളത്. അപ്പം ഇവരെപ്പോഴും കുടിക്കുന്നതായതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാറ്റി മാറ്റി പല ഫ്രൂട്ടിലൊക്കെ ആയിട്ട് അവർക്കിത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഷേക്കായിട്ടൊക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അത് ഫുള്ളും ആൾ കുടിച്ചിരിക്കുകയാണ്. അത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. Thank you for watching the video. Please like, share, comment and subscribe.